പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ ഗിരിവർഗക്കാരുടെ സ്വന്തം വേങ്കമല ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ. ശാന്തസ്വരൂപിണിയായ ദേവിയും ഉഗ്രരൂപിണിയായ കരിങ്കാളി മൂർത്തിയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ചൈതന്യം. ഭാരതത്തിൽ തന്നെ അത്യപൂർവമാണ് ഇത്തരം പ്രതിഷ്ഠ. ആലംബഹീനരുടെ മുന്നിൽ അമ്മയായും അപരാധികൾക്ക് മുന്നിൽ ദുർഗയായും മാറുമെന്ന് ഈ ദേവി ചൈതന്യം ഓരോ ഭക്തനെയും ഓർമ്മപ്പെടുത്തുന്നു. വേങ്കമല ദേവി, കരിങ്കാളി മൂർത്തി എന്നീ പ്രധാന പ്രതിഷ്ഠകൾ കൂടാതെ മുത്തൻ കാർണവർ, കന്യാവ്, ഗണപതി, ആയിരവില്ലി, കുട്ടിച്ചാത്തൻ, നാഗരാജാവ്, ബ്രഹ്മരക്ഷസ്, പഞ്ചിയമ്മ, അപ്പൂപ്പൻ എന്നീ ഉപപ്രതിഷ്ഠ മടങ്ങുന്നതുമാണ് വേങ്കമല ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ ഉൾപ്പെടെ എല്ലാ പ്രതിഷ്ഠകളും തുറന്ന അമ്പലമായാണ് നിർമ്മിച്ചിട്ടുള്ളത്. പൊങ്കാല എന്ന് പറയുന്നത് വേങ്കിമല ഭഗവതി ക്ഷേത്രത്തിലെ ഈ ദേശീയ മഹോത്സവത്തിന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതാണ് തമ്പുരാട്ടി നടയിലെ പൊങ്കാല. ഈ പൊങ്കാലയിൽ വർഷം തോറും 100 കണക്കിന് ഭക്തരാണ് ഈ വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും 1000 പൊങ്കാലാണ് ഈ വർഷം കൂടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതനുസരിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്ര കമ്മിറ്റി നേരത്തെ തന്നെ മുൻകരുതൽ എടുത്തിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്നത്തെ ഭക്തജന തിരക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളെക്കാൾ 4 ഇരട്ടി. അപ്പൊ ഇന്ന് വൈകുന്നേരം കെട്ടുകാഴ്ച വരുന്നതോടുകൂടി അതിനേക്കാളും ആണ് ക്ഷേത്ര കമ്മിറ്റി ഭക്തജനങ്ങളെ പ്രതീക്ഷിക്കുന്നത്. ആ ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ദർശനം നടത്തി പോകുന്നതിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്ര ഉപദേശ സമിതി നടത്തിയിട്ടുണ്ട്. അതുപോലെ പൂജാരിമാരെല്ലാം സന്നദ്ധമായ രീതിയിലാണ് കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല രീതിയിലുള്ള സഹകരണമാണ് പൂജാരിമാർ ഉൾപ്പെടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷത്തെയും ഉത്സവത്തെക്കാളും കുറച്ചുകൂടെ ജനപങ്കാളിത്തം ഉള്ളൊരു ഉത്സവമാണ് പോകുന്നത്. അത്രയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നാലും അവർക്ക് മതിയായ രീതിയിൽ ദർശനം നൽകി പോകാനുള്ളതും, അതുപോലെ തന്നെ എത്രത്തോളം ഭക്തജനങ്ങൾ എത്തിയാലും പൊങ്കാലയ്ക്ക് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ക്ഷേത്ര കമ്മിറ്റി ചെയ്തു കഴിഞ്ഞു. അതുപോലെ വരുന്ന ഭക്തജനങ്ങൾക്ക് ദാഹജല വിതരണത്തിനായി ക്ഷേത്ര കമ്മിറ്റിയും ബന്ധപ്പെട്ട സന്നദ്ധ സംഘടനകൾ അതുപോലുള്ള ക്ലബ്ബുകളൊക്കെ ചേർന്നുകൊണ്ട് അവരുടെ രീതിയിലുള്ള ദാഹജല വിതരണം നടക്കുന്നുണ്ട്. അതുപോലെ അന്നദാനം ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏകദേശം 6 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ പൊങ്കാലയുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ ഉള്ള സന്നദ്ധ പ്രവർത്തകരൊക്കെ നമുക്ക് അവർക്ക് വേണ്ടുന്ന പൊങ്കാലയ്ക്ക് എത്തുന്ന സ്ത്രീ ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹജലവും അന്നദാനത്തിനും വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടന്നു കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അന്ന് വൈകുന്നേരം ദേവിയുടെ പുറത്തെഴുന്നള്ള ചടങ്ങ്, അതായത് വെളുപ്പിന് 3 മണിക്കാണ്. ഈ പുറത്തെഴുന്നള്ളത്തെ ചടങ്ങ് കഴിഞ്ഞ് ദേവി നടയിലെത്തി ഭക്തജനങ്ങളോടൊപ്പം നിന്ന് പൂജാരിമാർ അരുളപ്പാട് ചെയ്യുകയാണ്. എങ്ങനെ ഇനി വരും വർഷം, അതായത് ഞങ്ങളുടെ അടുത്ത വർഷം വരെയും കാത്തിരിക്കാൻ അരുളപ്പാട് ചെയ്ത് ഉപചാരം ചൊല്ലി നടയടയ്ക്കുന്ന രീതിയിലാകുമ്പോൾ ഉത്സവത്തിന് സമാപനവും. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏകദേശം നമുക്ക് 1 ലക്ഷത്തോളം പൊങ്കാല ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. നമുക്ക് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് KSRTCയുടെ സൗകര്യം ഉണ്ടായിരുന്നു, യാത്രാ സൗകര്യം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ പ്രദേശത്ത് ക്ഷേത്രത്തിന്റെ തന്നെ ഏകദേശം 6 കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാലയുണ്ട്. അതിപ്പോൾ ഈ ശക്തമായ ചൂട് കാരണം ഈ ഇട റോഡുകളിലേക്കും പൊങ്കാല കയറിയിട്ടുണ്ട്. പേര് വത്സലകുമാരി, ആറ്റിങ്ങൽ നിന്ന്. എല്ലാ വർഷവും വരും പൊങ്കാല. വല്ലപ്പോഴും മക്കളുകൾ വന്നിടും. ഇന്ന് മോൾ ഇന്നലെയും വന്നിരുന്നു, ഇന്ന് വൈകിട്ട് വരും. അമ്മയോട് നല്ല അമ്മയുടെ അനുഗ്രഹമുണ്ട്. എൻ്റെ മക്കള് മിക്കവാറും വന്നിരിക്കുന്നു. മോള് പേരുമല അടുത്താണ് താമസിക്കുന്നത്. ഒരു മോനുണ്ട്, ഭർത്താവ് കൂലിപ്പണി ആണ്. ദേവി നല്ല ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട്. അത്ര വിശ്വാസമാണ്. വളരെയൊക്കെ വർഷങ്ങൾ ഇപ്പം ഈ വർഷം അത് ഭയങ്കര ചൂടായതുകൊണ്ട് നല്ല ചിറ്റ വല്ലത് പറയുകയാണെങ്കിലോ എന്ന് പറഞ്ഞല്ലോ ചൂട് കൊണ്ടാണ്. അതുകൊണ്ട് പൊങ്കാല ഇട്ടില്ലെങ്കിലും അമ്മയെ വന്ന് കണ്ടു തൊഴിലിട്ട് പോകാം എന്നുള്ള രീതിയിൽ പൊങ്കാല
എല്ലാ പ്രാവശ്യം ഇടാൻ പറ്റില്ല, എന്നാലും പറ്റുന്ന സമയത്തൊക്കെ ഇടാറുണ്ട്. ഇത് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരണേ, ഇത് ദേവിയെ കാണാൻ വേണ്ടിയിട്ട് വന്നു. വർഷം കൂടുന്തോറും സാന്ദ്രത കൂടുകയാണ്, വർഷം കൂടുന്തോറും. അല്ലാതെ കഴിഞ്ഞ വർഷത്തെക്കാളും ആൾ കൂടുതലാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. നമുക്കിവിടെ പൂക്കടയുണ്ട്, അതുകൊണ്ട് എല്ലാം അറിയാം. ഭദ്രകൃഷ്ണ, ന്യൂസ് കേരള ഓൺലൈൻ 24/7.